എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ 2 റൈസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. അതുപോലെ തന്നെ രാവിലെയൊക്കെ എണീറ്റ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്കൂളിലേക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല രുചിയോട് കൂട്ടിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ 2 റൈസാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ ഞാൻ ജീരകശാല അരി എടുത്തിട്ടുണ്ട്. ഈ ഒരു ജീരകശാല അരിക്ക് പകരം നിങ്ങൾക്ക് ബസുമതി റൈസോ അല്ലെങ്കിൽ പൊന്നി അരി വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അളവ് കപ്പില്ലെങ്കിലും സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് അരി ഇതുപോലെ അളന്നിട്ട് എടുത്താൽ മതി. ഇനി ഈ ഒരു അരി ഒരു 4-5 തവണ കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടാം. മാക്സിമം ഒരു 10 മിനിറ്റ് മാത്രമേ ഈ ഒരു അരി ഒന്ന് കുതിർത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ സമയം നമ്മൾ കുതിർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഇതുപോലെ അരി കുതിർത്തതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്കൊരു അരിപ്പയിൽ കുറ്റി കളഞ്ഞിട്ടെടുക്കാം. ഇനി ഇതിൽ അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ ഇതുപോലെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെ അരി വേവിച്ചിട്ടെടുക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൽ ഉപ്പൊന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഒരു ചോറിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരണം. നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ കുതിർത്ത് വെച്ച ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഈ ഒരു അരി ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അടച്ചു വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തുറന്നു തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു അരി നമ്മളൊരു 95% മാത്രം വേവിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഓവറായിട്ട് വെന്തങ്ങ് പോകരുത്. ഒരുപാട് ഓവറായി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതങ്ങ് കുഴഞ്ഞു പോവും. നന്നായിട്ട് വേകണം, എന്നാൽ ഓവറായിട്ട് അങ്ങ് വെന്ത് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടല്ലോ, അരി ഇവിടെ നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ ഒരു വെള്ളം ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി കളഞ്ഞിട്ടെടുക്കുമോ, അല്ലെങ്കിൽ ഇതിലൊരു അരിപ്പത്തവി കൊണ്ട് കോരി ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരു ചോറിൻ്റെ ഒരു വെള്ളമെല്ലാം പോയതിന് ശേഷം ആ ഒരു ചോറ് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ടൊമാറ്റോ റൈസ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അഥവാ നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നെയ്യ് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ചോറിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓയിൽ നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ അളവിൽ ഉഴുന്നും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ പരിപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ളൊരു കറുവപ്പട്ടയും ഒരു 3 ഗ്രാമ്പും 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് നമുക്കൊരു 15ഓളം കാഷ്യൂനട്ട് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചവ പൂർണ്ണമായിട്ട് മാറി അതൊരു ചെറിയൊരു ഫ്രൈ പരുവത്തിനായിട്ട് വരണം. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയൊരു ഫ്രൈ പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 പച്ചമുളകാണ്. പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 4 മീഡിയം വലിപ്പമുള്ള സവാള. ഇതുപോലെ തീരെ പൊടിയെ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ തീരെ ചെറിയതാക്കി തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സവാളയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. കായത്തിൻ്റെ പൊടി ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ആ ഒരു കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ചോറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കായത്തിൻ്റെ പൊടിയും കൊണ്ട് ചേർത്ത് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിന് സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഒരു 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് പൊടികളുടെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് മെയിനായിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. സവാള എടുത്ത ഒരു സെയിം അളവിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 4 മീഡിയം വലിപ്പമുള്ള തക്കാളി ഇതിൽ തീരെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് മൂടി വെച്ചതൊന്ന് അടച്ചു വെച്ച് കൊടുത്തൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു തക്കാളിയൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് കുക്കായി കിട്ടണം കേട്ടോ. ഇതിലൊരു വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റി വരണം. വീണ്ടും കുറച്ചൊരു മല്ലിയിലയും കൂടെ മാത്രം ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. അപ്പോൾ മസാല ഇതുപോലൊന്ന് റെഡി ആയി വന്നാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു ചോറും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പോൾ ഇതുപോലെ അടി ചേർത്ത് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഒരു ചോറിൽ മിക്സ് ആകുന്ന രീതിയിൽ നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഒരു ചോറും നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയുള്ള വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ ഈ ഒരു തക്കാളി ചോറ്. ഈ ഒരു ചോറിന് കറിയുടെ പോലും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സാലഡും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം കൂട്ടി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തക്കാളി ചോറ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ബസുമതി റൈസാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. വെജ് പുലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബസുമതി റൈസ് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് എടുക്കുക. അല്ലെങ്കിൽ സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവിൽ അരി കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് ഏറെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. 10 മിനിറ്റിന് ശേഷം ഈ ഒരു വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഒരു ബസുമതി റൈസ് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു പാത്രത്തിൽ കുറച്ച് ഏറെ തന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായിട്ട് കിടക്കാണ്. ഇനി ഒരു വെള്ളത്തിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങാ നീരും കൂടി നമുക്ക് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഈ ഒരു വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ചോറിൽ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു വലിപ്പമുള്ള ഒരു കറുവപ്പട്ടയും 2 ഏലക്കായും 1 തക്കോലും 3 ഗ്രാമ്പും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വെള്ളം വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ 10 മിനിറ്റോളം കുതിരാൻ വെച്ചിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. അരി ഒരുപാട് ഓവറായിട്ട് വെന്ത് പോവാതെ ഒരു 95% നമ്മൾ ഈ ഒരു അരി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഈ ഒരു ബസ്മതി റൈസ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നമ്മളൊന്ന് ഞെക്കി നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് വേഗണം. നല്ല ഓവറായിട്ട് ഒരുപാടങ്ങ് വെന്തങ്ങ് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ബസ്മതി റൈസും ആ ഒരു പാകത്തിന് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് തന്നെ കളഞ്ഞിട്ടെടുക്കാം. അതിനുശേഷം ചോറ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു പാത്രത്തിലേക്കൊന്ന് കുടഞ്ഞിട്ട് കൊടുക്കുക, ഒന്ന് വെതറി. അതുപോലെ തന്നെ ഒരു അരിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ഒരു സ്പൈസസ് എല്ലാം തന്നെ ഇതുപോലെ നമുക്ക് എടുത്തങ്ങ് കളഞ്ഞേക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 4 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 4 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 2 ബേ ലീവ്സും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചെറിയൊരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സവാള നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കേണ്ടത്. കൂടാതെ ഇതിലേക്ക് ഒരു 10ഓളം കാഷ്യൂ നട്ടും അതുപോലെ തന്നെ ഒരു 20ഓളം ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു 10-12ഓളം ബീൻസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുക കേട്ടോ. ഈ ഒരു വെജിറ്റബിൾസും ഓവറായിട്ട് അങ്ങ് വെന്ത് പോകരുത്, അത്യാവശ്യം വേക്കണം. എന്നാലും നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് തന്നെ വേണം വെജിറ്റബിൾസ് അതിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ഒരു പച്ചച്ചൊവ പൂർണ്ണമായിട്ടും പോകുക വേണം.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ഒരു ക്യാരറ്റും ബീൻസും ഒക്കെ ആവശ്യത്തിന് നമുക്ക് വെന്തും കിട്ടിയിട്ടുണ്ട്. ആ ഒരു പച്ച ചൊവയും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വേവിച്ചിട്ട് എടുത്തിരിക്കുന്ന ഗ്രീൻ പീസ് ആണ് കേട്ടോ ഇത്. ഗ്രീൻ പീസ് ഒക്കെ നമ്മൾ വേവിച്ചിട്ട് തന്നെ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വേവിച്ചെടുത്തിരിക്കുന്ന കോളിഫ്ലവർ ആണിത്. അതൊരു 1/4 കപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റോളം ഇളക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബസുമതി റൈസ് ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കത്തില്ലേ, അതുപോലെ ഈ ഒരു സവാള ഫ്രൈ ചെയ്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് വെതറിയിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഇതിൽ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ചോറിന് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ റോസ് വാട്ടർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ഇതുപോലെ ചുറ്റിച്ചൊഴിച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുക്കുക. 5 മിനിറ്റിന് ശേഷം ഇതുപോലെ തുറന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ചൂടോട് കൂടിയിട്ട് ഇഷ്ടമുള്ള കറി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിലൊരു സാലഡോ അച്ചാറോ ഒക്കെ മാത്രം മതി ഇതും കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു തക്കാളി ചോറിൻ്റെയും വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.